ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണം മീഷോന്നും മിന്ത്രയിൽ നിന്ന് എടുത്തേക്കുന്ന സെയിം പ്രോഡക്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ക്വാളിറ്റിയും അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടോ. അപ്പോൾ ഇതാണ്ട് പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്യാൻ പോകണം മിന്ത്രയിലെ പ്രോഡക്റ്റാണ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വന്നേക്കണം ഒരു കുർത്ത സെറ്റാണ്. എംബ്രോയ്ഡറി പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ വന്നേക്കുന്ന ഒരു പാറ്റേൺ കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് എടുത്ത സൈസ് XL ആയിരുന്നു. പിന്നെന്താ, പക്ഷെ എനിക്ക് ആ ഒരു സൈസ് ഭയങ്കര ലൂസായിരുന്നു കേട്ടോ, ഫിറ്റിംഗ് അല്ലായിരുന്നു, ഭയങ്കര വലുതായിരുന്നു. ഫ്രണ്ടിൽ ബട്ടൺ വന്നിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതാണ് സിൽക്ക് മെറ്റീരിയലാണ് ഇത് വന്നേക്കുന്നത്. സ്ലീവ് വന്നിട്ട് ഒരു 3/4 സ്ലീവാണ്. ഇങ്ങനെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് കേട്ടോ. 1300 റുപ്പീസ് ഭയങ്കര ഒരു പ്രോഡക്റ്റാണ്. അവർ കൊടുത്തേണ 5000 പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്നൊക്കെയാണ്. അതിനുള്ളതൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ ബോട്ടം വിയർ വന്നിട്ട് സിൽക്ക് മെറ്റീരിയലിൽ തന്നെ വന്നേക്കണം, അലാസ്റ്റിക് ആണ്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് നെറ്റിൽ സീക്വൻസ് വർക്കാണ് കേട്ടോ വന്നേക്കണത്. ഇതാണ് സംഭവം വന്നിട്ട്. കുറച്ച് ഹാർഡ് നെറ്റായിട്ട് എനിക്ക് തോന്നി. മിന്ത്രയിലെ പ്രോഡക്റ്റ് ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് എടുത്തു പറയാനുള്ള ഒറ്റൊരു പോയിന്റ്. ബാക്കി അത്ര എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയില്ല. പ്രോഡക്റ്റ് ഓക്കെയാണ്, പക്ഷെ ആ റേറ്റിന് വേർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. കാരണം ഒരു ഭയങ്കര കംഫർട്ട് ഇല്ലായ്മ എനിക്ക് തോന്നി. മീഷോ കൂടെ ചെക്ക് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത് വന്നിട്ട് മീഷോൻ്റെ പ്രോഡക്റ്റാണ്. ഇത് എനിക്ക് അൺബോക്സ് ചെയ്തോളാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം മറ്റേത് 1300 ഞാൻ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത്. ഇത് വെറും 550 റുപ്പീസ് വാങ്ങിയ പ്രോഡക്റ്റാണ്. അപ്പോൾ ആ രണ്ട് ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. മിന്ത്രയിലെ കുർത്ത സെറ്റ് പോലെ തന്നെ ആ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ഇതിലും വന്നേക്കുന്നത്. ബട്ട് മെറ്റീരിയലിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത് കുറച്ചും കൂടെ ഹാർഡ് മെറ്റീരിയൽ ആയിരുന്നു. ചിലപ്പോൾ ക്വാളിറ്റിയും കൂടുതലായിരിക്കാം. ഇത് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ മെറ്റീരിയലാണ് കുറച്ചും കൂടി ഇഷ്ടം. എടുത്ത സൈസ് XL ആയിരുന്നു, പക്ഷേ ഇതായിരുന്നു എനിക്ക് കുറച്ചും കൂടെ ഫിറ്റായി കിടന്നേച്ചത്. എംബ്രോയ്ഡറി പാറ്റേൺ ഒക്കെ സെയിം തന്നെ ആയിരുന്നു കേട്ടോ. സ്ലീവ് വന്നിട്ട് ഒരു 3/4 സ്ലീവാണ് വന്നേക്കണം. അറ്റത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ പോയിട്ടുണ്ട്. പിന്നെന്താ, നല്ലൊരു മെറ്റീരിയലാണ്, സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ ലൈനിങ് വന്നിട്ടില്ല. മിന്ത്രയിലുള്ളതിന് ലൈനിങ് ഉണ്ടായിരുന്നു. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ പാൻറ് വന്നിട്ട് സിൽക്ക് മെറ്റീരിയലാണ് വന്നേക്കണം, അലാസ്റ്റിക് ആണ്. അതെ, കണ്ടില്ല, ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. പിന്നെ എനിക്ക് മീഷോയിലെ ഷാള് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതും നെറ്റിൽ സീക്വൻസ് വർക്ക് തന്നെയാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല വീതിയിൽ വന്നേക്കുന്ന ഒരു ഷാളാണ് കേട്ടോ. എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടപ്പോൾ 550 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിഡ് തന്നെയാണ്. 1300 നമ്മൾ മിന്ത്രയിൽ നിന്ന് എടുത്ത പ്രോഡക്റ്റിൽ എത്രയോ ബെറ്ററാണ് മീഷോയിൽ. നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ഇടാനും. റേറ്റ് കൊണ്ടായാലും നമുക്ക് കുറച്ചും കൂടെ ഇതെനിക്ക് മീഷോയാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. ഇടുമ്പോൾ ഉള്ള കംഫർട്ടായാലും എനിക്ക് മീഷോ കൊണ്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കട്ട കൂടെ നിൽക്കുക. വീണ്ടും ഒരു കിടു വീഡിയോ ഞാൻ വരുന്നവരെ. സീ യു സൂൺ. ബൈ ബൈ.